ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഡിവൈൻ നൽകുന്ന ആ ഒരു സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ചെറിയൊരു നിരാശ, വിഷമം ഇതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളുടെ പാസ്റ്റിൽ നടന്ന പല കാര്യങ്ങളെക്കുറിച്ചുമുള്ള ഒരു വിഷമം നിങ്ങൾക്കുണ്ടാവാം. നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ വന്നിട്ടുള്ളത് ടേണിംഗ് ഇൻ എന്നൊരു കാർഡാണ്. അതായത് ഈ ഒരു സമയം നിങ്ങളിലെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ അകറ്റി ഒരു ഹീലിംഗ് എനർജിയിലേക്ക് മാറുക എന്നുള്ളതാണ്. നിങ്ങളെ തന്നെ സ്വയം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ്. അപ്പോൾ ജീവിതത്തിൽ ഒരുപാട് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാകാം നിങ്ങൾക്കുള്ളത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. മാത്രമല്ല പല കാര്യങ്ങളിലും ക്ലാരിറ്റി ഉണ്ടാകുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു നെഗറ്റീവ് ചിന്തകൾ, ആ ഒരു വിഷമങ്ങൾ ഇതെല്ലാം നിങ്ങളിൽ നിന്ന് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. ഡിവൈനുമായിട്ട് ഒരു കണക്ഷൻ ഈ സമയത്ത് നിങ്ങൾക്ക് കൂടുതലായിരിക്കും. നിങ്ങൾ സ്പിരിച്വലി വളരെ അടുത്ത് നിൽക്കുന്ന ഒരു സമയം തന്നെയാണ്. ഈ ഒരു സമയം മെഡിറ്റേഷൻ ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതായത് നിങ്ങൾക്ക് എന്നത്തേക്കാളും കൂടുതലായിട്ടൊരു പോസിറ്റീവ് ഫീല് ഈ ഒരു സമയം തോന്നും എന്നുള്ളതാണ്. അതുമാത്രമല്ല മെഡിറ്റേഷൻ ഒന്നും ചെയ്യാത്ത വ്യക്തികളാണ് നിങ്ങളെങ്കിൽ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ മനസ്സിനെ വളരെയധികം പോസിറ്റീവാക്കി വയ്ക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കറക്റ്റായിട്ടുള്ളൊരു തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് ക്ലിയർ ആയിരിക്കണം. മനസ്സിലൊരു നെഗറ്റീവ് ചിന്തകളും കാണരുത്. മനസ്സ് ഡിസ്റ്റർബ് ആയിരിക്കുമ്പോൾ നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാകില്ല. തെറ്റായ തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള തീരുമാനം ജീവിതത്തിൽ എടുക്കണമെങ്കിൽ സ്വയം ഹീലാകേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ സ്വയം ഹീലായതിന് ശേഷം മാത്രമേ അത് നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിവിടെ സ്വയം ഹീലാകുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് മാറുന്നത്. നിങ്ങൾക്ക് വളരെ കാമായിട്ട്, വളരെ കൂളായിട്ട്, വളരെ സമാധാനപരമായിട്ട് ഇരിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഇവിടെ നിങ്ങൾക്ക് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഹാർമണി വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷങ്ങൾ അനുഭവിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സിന് എവിടെ നിന്നാണോ സന്തോഷം കിട്ടുന്നത് ആ സന്തോഷത്തിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞു എന്നാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു സമയമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ തേർഡ് ഐ ഓപ്പൺ ആകേണ്ട ഒരു സമയം തന്നെയാണ്. തേർഡ് ഐ ആക്റ്റീവ് ആകുന്നൊരു സമയമാണിത്. ജീവിതത്തിലെ മറ്റു പ്രശ്നങ്ങൾ കൊണ്ട് നിങ്ങളുടെ തേർഡ് ഐ ഓപ്പണിങ്ങിന് ഒരു ബ്ലോക്ക് ഉണ്ടാകല്ല് എന്നുള്ളതാണ്. നിങ്ങളങ്ങനെ ഒരു ബ്ലോക്ക് ഉണ്ടാക്കല്ല് എന്നുള്ളതാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ശരിക്കും ഒരു സ്നേഹം വേണമെന്നുള്ളതാണ്. അതായത് ഈ ഒരു സമയം മറ്റു പ്രശ്നങ്ങളെ മനസ്സിലിട്ട് ഒരുപാട് ആലോചിച്ച് നിങ്ങൾ നെഗറ്റീവ് ആകരുത് എന്നുള്ളതാണ്. നിങ്ങളെ സ്നേഹിച്ച് സ്വയം ഹീല് ചെയ്യുക. അപ്പോൾ സെൽഫ് ലവ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷിക്കുവാനുള്ള ഒരു അവസരം കിട്ടുന്നതാണ്. അതായത് ഇവിടെ ലവേഴ്സ് എന്ന് പറയുന്ന ഒരു കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു സമയം സന്തോഷം ലഭിക്കുന്ന പല കാര്യങ്ങളും കേൾക്കാനും കാണാനും സാധിക്കുമെന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച് നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങളെ വിട്ടിട്ട് പോയ
ഏതെങ്കിലും ഒരു വ്യക്തി ആയിരിക്കാം അത്. നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാവാം. ചിലപ്പോൾ ഇപ്പോഴും ആ വ്യക്തിയോട് ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് സ്നേഹമുണ്ടാകാം. അപ്പോൾ ആ വ്യക്തിയെ കാണുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നുണ്ട്. അവരുടെ സ്നേഹത്തോടുള്ള ഇടപെടൽ നിങ്ങളെ സന്തോഷപ്പെടുത്തുന്നതാവാം. കാരണം ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലവേഴ്സ് കാർഡാണ് വന്നിട്ടുള്ളത്. അതായത് പാസ്റ്റിൽ നിങ്ങളെ വിട്ടിട്ട് പോയ വ്യക്തി തിരിച്ചു വന്ന് നിങ്ങൾക്കൊരു ആശ്വാസം തരാനോ അല്ലെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് പോയി അവരെ ആശ്വസിപ്പിക്കേണ്ട ഒരു അവസ്ഥയോ ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം മനസ്സിലാക്കുന്ന ഒരു എനർജിയിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. അതായത് മറ്റുള്ളവർ എന്തു പറയുമെന്നോ അല്ലെങ്കിൽ നിങ്ങളെ അവർ സ്നേഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ അവർ പെരുമാറുന്നുണ്ടോ അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കുന്നില്ല. കൂടുതലായിട്ടും നിങ്ങൾ ചിന്തിക്കുന്നത് അതായത് സ്പിരിച്വൽ പാത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നിങ്ങൾ അതിനെക്കുറിച്ച് എന്തൊക്കെ അറിയാൻ സാധിക്കും എന്നതിനെക്കുറിച്ചുള്ളൊരു അന്വേഷണമാണ് നിങ്ങൾക്ക് കൂടുതലായിട്ടും ഈ സമയം ഉള്ളത് എന്നാണ്. പിന്നെ അഡ്വെഞ്ചറാണ് വന്നിട്ടുള്ളത്. ചില ആൾക്കാർക്ക് ഒരു റിസ്ക് ഒക്കെ എടുക്കാൻ തോന്നുന്ന ഒരു സമയമാണ്. അതായത് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാനോ അല്ലെങ്കിൽ റിസ്കി ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം ഏറ്റെടുക്കാനൊക്കെയുള്ള ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടാകുന്നു എന്നാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ മുന്നിലെത്തുന്ന ഏത് ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളും നിങ്ങൾ റിസ്ക് എടുത്ത് നിങ്ങൾക്ക് മുന്നേറാൻ സാധിക്കുമെന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ കിങ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. ജീവിതത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ വിഷമങ്ങളെ മാറ്റി നിർത്തിയേ മതിയാകൂ എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾ അതെല്ലാം മനസ്സിലാക്കിയെടുക്കുന്ന ഒരു എനർജിയിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. അതുപോലെ നിങ്ങളെ ആര് മാനസികമായി ബുദ്ധിമുട്ടിച്ചാലും, അതായത് ആരെങ്കിലും നിങ്ങളോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചാലൊക്കെ നിങ്ങൾ തിരിച്ചവരോട് അതേപോലെ പെരുമാറില്ല. നിങ്ങളുടെ വികാരങ്ങളെ നിങ്ങൾ ആ ഒരു സമയത്ത് നിയന്ത്രിക്കും. അപ്പോൾ അതിനെയെല്ലാം അവഗണിച്ച് മുന്നേറാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ബുദ്ധിപൂർവം കാര്യങ്ങൾ മനസ്സിലാക്കാനും പെരുമാറാനും സാധിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ 5 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. കാരണം പാസ്റ്റിൽ ഒരുപാട് പേര് നിങ്ങളെ മാനസികമായി ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് അവർ നിങ്ങളെ മറ്റുള്ളവരുടെ മുന്നിൽ താഴ്ത്തിക്കെട്ടാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടാവാം. എന്നാൽ ഇനി മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളുടെ വികാരങ്ങളെ നിങ്ങൾ നിയന്ത്രിക്കുക. അതായത് അവർ നിങ്ങളുടെ വികാരങ്ങളെ സ്വാധീനിക്കാൻ നിങ്ങൾ അനുവദിക്കരുത് എന്നുള്ളതാണ്. അവർ ചിലപ്പോൾ നിങ്ങളെ പലതും പറഞ്ഞു മയക്കി നിങ്ങളെ പല കാര്യങ്ങൾക്കും മുതലാക്കിയിട്ടുണ്ടാവാം. നിങ്ങളുടെ പൈസ കൈവശപ്പെടുത്തിയിട്ടുണ്ടാവാം. നിങ്ങൾക്കങ്ങനെ സാമ്പത്തിക നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ പലരും നിങ്ങളെ സ്നേഹം നടിച്ച് നിങ്ങളെ ചതിച്ചിട്ട് പോയൊരു സാഹചര്യം ഇവിടെ കാണുന്നുണ്ട്. അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളെ മുതലാക്കി നിങ്ങളിൽ നിന്നുള്ള സ്നേഹം അനുഭവിച്ച ശേഷം പെട്ടെന്നൊരു ദിവസം ഒരുപക്ഷെ നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുണ്ടാവാം. അവർ നിങ്ങളെക്കുറിച്ച് ഓർത്ത് കാണത്തില്ല. നിങ്ങളപ്പോൾ അനുഭവിച്ച ആ ഒരു വേദനയെപ്പറ്റി അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരുപാട് പേർക്ക് ആ ഒരു വിഷമം ഉള്ളിലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള നിങ്ങളുടെ വിഷമങ്ങളൊക്കെ ഹീല് ചെയ്യാൻ സാധിക്കാത്ത കുറച്ച് പേരുടെ എനർജി ഇവിടെ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്കിനി അതിന് സാധിക്കും എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾ സ്വയം ഹീലാകുന്ന ഒരു സമയം തന്നെയാണ്. അപ്പോൾ നിങ്ങളിനി മറ്റുള്ളവർ നിങ്ങളുടെ വികാരങ്ങളെ സ്വാധീനിക്കുവാൻ അനുവദിക്കരുത് എന്നുള്ളതാണ്. അതായത് മറ്റു പലരെയും നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക. ആർക്കു മുന്നിലും താന്നു കൊടുക്കാതെ നിങ്ങളോട് തന്നെ ഒരു സത്യസന്ധത നിങ്ങൾ പുലർത്തുക എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ വികാരങ്ങളിൽ നിങ്ങൾ അടിമപ്പെടാതിരിക്കുക. അതുപോലെ തന്നെ ഇവിടെ മജീഷ്യനാണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ കഴിവുകൾ ഏറ്റവും മികച്ച രീതിയിൽ പ്രയോജനപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നിറവേറ്റുന്നതിനായിട്ട് നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾക്ക് മികച്ച രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ചിലപ്പോൾ ബിസിനസ്സിൽ പുതിയ ഐഡിയാസൊക്കെ കൊണ്ടുവന്ന് ആ ഒരു ബിസിനസ് നിങ്ങൾക്ക് കൂടുതൽ വിപുലീകരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാവാം ഇനിയുള്ളത്.
അപ്പോൾ ഈ ലോകത്ത് വിജയിച്ച് നിൽക്കാനുള്ള എല്ലാ കഴിവുകളും നിങ്ങൾക്കുണ്ട്. ഈ ഒരു സമയം നിങ്ങളുടെ യഥാർത്ഥ കഴിവുകൾ പുറത്തെടുത്ത് പ്രവർത്തിപ്പിക്കേണ്ട ഒരു സമയമാണ്. നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാനും അല്ലെങ്കിൽ നിലവിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും കാര്യത്തിൽ ഒരു മാറ്റം വരുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് തടസ്സങ്ങൾ കൂടാതെ ചെയ്തു തീർക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ പുതിയ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സമയം കൂടിയാണിത്. പിന്നെ കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അതായത് നിങ്ങൾ ജീവിതത്തിൽ ഉയർച്ച കൈവരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ച കൈവരിക്കാനും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനുമൊക്കെ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളെ തേടി വരുന്ന ഒരു സമയം കൂടിയാണിത്. അതുപോലെ ഈ ഒരു സമയം നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഒരു ശ്രദ്ധ കൊടുക്കണമെന്ന് കാണുന്നുണ്ട്. അതായത് നിങ്ങൾ പൈസ കൊടുക്കൽ വാങ്ങലൊക്കെ നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക എന്നാണ്. നിങ്ങളത് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാൻ ഈ ഒരു സമയം മനസ്സ് കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.